ഇനി ചിത്രം നോക്കൂ. കാക്ക പ്രഥമനുണ്ടാക്കിയ കഥ പറയൂ, എഴുതൂ. എന്നിട്ട് കഥ പറഞ്ഞാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ഇവിടെ വിട്ട ഭാഗത്ത് എഴുതി ചേർക്കുക കൂടി ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് വീട്ടിൽ അമ്മ പായസം വെക്കുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ കാക്കയ്ക്ക് എന്താണ് മോഹം? പായസം വെക്കണം അല്ലേ. അപ്പം കാക്ക എന്ത് ചെയ്തിട്ടുണ്ടാവും? പായസം വെക്കണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണമല്ലേ? നമ്മൾ കടയിൽ പോയിട്ടാണ് പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാറുള്ളതില്ലേ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എന്താണ് ഈ പാലട മിക്സിലെ ഒക്കെ പെട്ടെന്ന് എല്ലാം പണി തീരാൻ വേണ്ട ഓരോ കാര്യങ്ങളാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ എന്താണ് അടപ്രഥമനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അട തയ്യാറാക്കണം അല്ലേ. പിന്നെ പ്രഥമൻ ഉണ്ടാക്കണേ എന്തൊക്കെ ആവശ്യമുണ്ട്? പാല് വേണം, പഞ്ചസാര വേണം അല്ലേ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ്, ചെറിയ ജീരകം, അതൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ പിന്നെ രുചി ഉണ്ടാവുക അല്ലേ പായസത്തിന്. അപ്പോൾ ഇവിടെ കാക്ക എന്താ ചെയ്യാൻ പോയത്? നിങ്ങളെ ഭാവനയിൽ കാക്ക പീടിയെ പോയിട്ട് സാധനം വാങ്ങി വരും. പിന്നെ എന്താണ് ഉരുളി അടുപ്പത്ത് വെക്കും. ഇവിടെ ചിത്രത്തിൽ കാണാല്ലേ തീ കത്തിക്കുന്നത്, ഉരുളി അടുപ്പത്ത് വെച്ച് ഇളക്കുന്നുണ്ട് കാക്ക. അപ്പോൾ കാക്ക ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങി വന്നിട്ടുണ്ടാവില്ലേ. പിന്നെ ഉരുളിയിൽ പാലൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കുകയാണ്. പാല് തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക? പാലട മിക്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് നന്നായി വെന്ത് കഴിഞ്ഞാൽ പായസം തയ്യാറാവും. ഇനി അടയാണ് വാങ്ങിക്കൊണ്ടുവന്ന്, അടപ്രഥമനുള്ള അട മാത്രമാണ് കൊണ്ടുവന്ന് വെച്ചാലോ, അട അടുപ്പത്ത് വെച്ച് പിന്നെ പാലൊഴിച്ച് നന്നായി ഇളക്കി പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണോ. പിന്നെ എന്ത് ചെയ്യണോ? വെന്ത് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായ പിന്നെ രുചിക്ക് വേണ്ടി ജീരകമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് എന്ത് ചേർത്ത് കൊടുക്കുക? ഏലക്കായയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പൊടിച്ചിട്ട്. അപ്പോൾ പായസം തയ്യാറാവും. അപ്പോൾ ഇവിടെ പിന്നെ ഓരോരുത്തരെയും ഭാവനയ്ക്കനുസരിച്ചാണ് നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേരൊക്കെ വേണേൽ കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ.